അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. റവ എടുക്കുന്ന സമയത്ത് ചെറിയ തരിയുള്ള റവ നോക്കി എടുക്കുക. വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ അളവിൽ ഇത് അളന്നെടുക്കുക. ആ ഗ്ലാസിന്റെ അളവിൽ തന്നെയാണ് ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിന്റെയോ ആ ഗ്ലാസിന്റെയോ അളവിൽ 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത്രയും പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിയും കൂട്ടിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത്രയും പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാവൊന്നും റസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് നോക്കി എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉണ്ട ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും. ഇനി ഇതിലേക്ക് ഇത് ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് കപ്പിലാണോ റവ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം എടുത്തത് ചെറു ചൂട് വെള്ളമാണ്. നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തുകൊണ്ട് ചെറു ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് ചിരകിയ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, ചെറു ചൂടുള്ള പാല്. അപ്പോൾ ഒരുപാടങ്ങ് ചൂടാവരുത്, ചെറിയ ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ച് സ്മൂത്താക്കി എടുക്കാം. ഇനി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഈ നമ്മൾ ഒഴിച്ചു കൊടുത്ത 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിക്ക് വേണം അടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വെള്ളം നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ആദ്യം നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് 2.5 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അടിച്ചെടുത്തത് ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്തുകൊണ്ട് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചൂടൊക്കെ ഉള്ള സമയം ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാവ് പൊങ്ങിക്കിട്ടും. അപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും. അതുപോലെ തന്നെ നല്ല ചൂട് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് ഇതുപോലെ പുളിച്ച് പൊങ്ങി കിട്ടും. അതുപോലെ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ വെക്കാവുന്നതാണ്. ഇനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കാം. മെല്ലെ ഒന്ന് കലക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിയും ഉഴുന്നൊക്കെ നമ്മൾ കുതിർത്ത് ഇടാൻ മറന്നുപോയ സമയത്ത് ഇതുപോലെ രാവിലെ ബിസി ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന് കറി പോലും വേണ്ട, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അതാ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്താൽ മതിയേ. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചുട്ടെടുക്കാം. ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന തവയിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി, ഒരുപാട് പരത്തണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. നിറച്ചും ഈ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അതാ കണ്ടില്ലേ, നിറച്ചും ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 30-35 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇത് റെഡി ആയി കിട്ടും. അപ്പോൾ കണ്ടില്ല, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നിറച്ചും ഹോൾസൊക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും, നിറച്ചും ഹോൾസൊക്കെ വന്നിട്ട് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇനി അരിയും ഉഴുന്നൊന്നും കുതിർക്കുകയോ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. അതാ കണ്ടില്ലേ, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ പാല് ചേർത്തതുകൊണ്ട് വെറുതെ കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്